ഡൽഹിയിൽ ഇപ്പോഴും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ആ പ്രതിഷേധത്തെ ബാരിക്കേഡ് വെച്ച് തടയാൻ അവിടെ സുരക്ഷാ സേനകളുടെ ശ്രമം നടക്കുന്നുണ്ട്. ഡൽഹിയിൽ ഉയർന്ന മലിനീകരണ തോതാണ് ഉള്ളത്. നാളുകളായി തന്നെ ഇത്തരത്തിൽ വായുമലിനീകരണത്തിന്റെ പിടിയിലാണ് ഡൽഹി. അക്കാര്യത്തിൽ നേരത്തെ കോടതി പരാമർശങ്ങളൊക്കെ ഉണ്ടായതാണ്. പക്ഷെ അപ്പോഴും കാര്യമായ രീതിയിൽ ഈ മലിനീകരണത്തിന് അതിന് ഫലപ്രദമായൊരു നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ സംഘടിച്ചിരിക്കുന്നത്, യുവാക്കൾ സംഘടിച്ചിരിക്കുന്നത്. അവർ ഇന്ത്യ ഗേറ്റിന് സമീപത്തെത്തിയിട്ടുണ്ട്. അവിടെ വന്ന ആളുകൾക്കൊക്കെ ലഘുലേഖകൾ വിതരണം ചെയ്യാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തുടർന്നാണ് സുരക്ഷാ സേന അവരെ തടഞ്ഞത്. അവരെ ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു. എന്തായാലും ഡൽഹിയിലെ വായു മലിനീകരണം ഓരോ ദിവസം കഴിയുന്തോറും ഗുരുതരമായ നിലയിൽ തുടരുകയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൽ നടത്തുന്നത്. എന്തായാലും ഡൽഹി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടത്തിയത്. ഇന്ത്യ ഗേറ്റിന് മുന്നിൽ നിന്നാണ് ഈ സമരം അവർ തുടങ്ങിയത്. ഈ പ്രധാനമായും ഡൽഹിയിലെ പ്രധാനപ്പെട്ട സർവകലാശാലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളോട് മലയാളി വിദ്യാർത്ഥികളടക്കം ഈ സമരത്തിന്റെ ഭാഗം. എന്താണ് നിങ്ങളുടെ ഈ സമരത്തിന്റെ ഉദ്ദേശം? എത്രയും പെട്ടെന്ന് എയർ പൊല്യൂഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ തന്നെ വളരെയധികം കൂടുതലാണ്. അത് എത്ര കുറയ്ക്കുക, അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ടെമ്പററി ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ മാത്രമാണ് എന്തെന്ന് അവർ നടപ്പാക്കുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പരിപാടിയാണ്, ഒരു പ്ലാനിംഗ് ആണ് ഗവൺമെന്റ് നടത്തേണ്ടത് എന്നുള്ളത് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അത് നടപ്പാക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇവര് വന്നിട്ട് ഡൽഹിയിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. വായു മലിനീകരണത്തിനെതിരെയാണ് ഒരു കൂട്ടം യുവാക്കളുടെ പ്രതിഷേധം നടക്കുന്നത്. പ്രതിഷേധക്കാരെ പോലീസ് അവിടെ തടയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.